IPL പുനരാരംഭിക്കാൻ തീരുമാനം. അടുത്തയാഴ്ച മുതൽ മത്സരം നടത്താനാണ് BCCIയുടെ ആലോചന. ചൊവ്വാഴ്ച താരങ്ങളുമായി തയ്യാറായിരിക്കാൻ ഫ്രാഞ്ചൈസികൾക്ക് BCCI നിർദ്ദേശം നൽകി. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചത്തേക്ക് മത്സരം നിർത്തിവെക്കുകയായിരുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രുജീഷ് വി രവീന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. രുജീഷ്, ഇന്ത്യ പാക് സംഘർഷ സാധ്യത കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൂടുതൽ കാണികളെ ഉൾപ്പെടെ എത്തിക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ വിനോദോപാധി ഇതാ വീണ്ടും തുടങ്ങാൻ പോകുന്നു. തന്നെയാണ് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം IPL നിർത്തിവെച്ചതോടുകൂടി ഏറ്റവും വലിയ ആശങ്കയായത് അത് ബ്രോഡ്കാസ്റ്റേഴ്സിനാകട്ടെ ടീമുകൾക്കാകട്ടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകും എന്നായിരുന്നു കരുതിയത്. എന്തായാലും ഇന്ത്യ പാക് സംഘർഷം മാറിയ പശ്ചാത്തലത്തിൽ ഇന്ന് IPL ഗവേണിംഗ് ബോഡിയിൽ കൗൺസിൽ യോഗത്തിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം BCCI ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് IPL ഉടൻ തന്നെ പുനരാരംഭിക്കാനാണ്. അടുത്ത ആഴ്ച തന്നെ മത്സരം തുടങ്ങാൻ തന്നെയാണ് തീരുമാനം. കാരണം 25-നാണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രകാരം ഫൈനൽ നടക്കേണ്ടത്. അതിനുള്ളിൽ തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് BCCI പ്രതീക്ഷിക്കുന്നത്. ചൊവ്വാഴ്ചത്തേക്ക് എല്ലാ ടീമുകളോടും തയ്യാറായിരിക്കാനാണ് ഇപ്പോൾ BCCI നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദേശ താരങ്ങളൊക്കെ പലരും അവരുടെ നാട്ടിലേക്ക് മടങ്ങിയ ഒരു സാഹചര്യത്തിൽ തിരിച്ച് പലരെയും വിളിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ടീമുകൾ ഏറ്റവും വേഗത്തിൽ തന്നെ പോയ താരങ്ങളിൽ പലരെയും എത്തിക്കാൻ കഴിയുന്ന ആളുകളെ എല്ലാം തന്നെ എത്തിച്ച് ആ ടീം ഒരുക്കാനുള്ള സമയമാണ് ചൊവ്വാഴ്ച വരെ നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ ടീം തയ്യാറായിരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 12 മത്സരങ്ങൾ നടത്തി തീർക്കേണ്ടതുണ്ട് ലീഗ് ഘട്ടത്തിൽ മാത്രം. അതിനോടൊപ്പം പ്ലേ ഓഫ് കൂടി ചേരുമ്പോൾ 16 മത്സരങ്ങളാണ് ഇനി നടത്തേണ്ടത്. അതിന് ആകെ അവശേഷിക്കുന്ന ദിവസങ്ങൾ 14 ദിവസങ്ങൾ മാത്രമാണ്. അതിനുള്ളിൽ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം 2 മത്സരമോ അതിലേറെയോ നടത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ ചർച്ചയിലുണ്ട്. 2 മത്സരം നടത്തിയാൽ തന്നെ അത്തരത്തിൽ മത്സരം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് BCCI കണക്കുകൂട്ടുന്നത്. ആ തരത്തിലുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം നിലവിൽ വിവിധ സ്റ്റേഡിയങ്ങളിൽ 10 സ്റ്റേഡിയങ്ങളിലായിരുന്നു മത്സരം നടന്നുകൊണ്ടിരുന്നത്. അതിൽ തന്നെ ധർമ്മശാലയിൽ നേരത്തെ തന്നെ ഈ സുരക്ഷാ പശ്ചാത്തലത്തിൽ ധർമ്മശാലയിലെ മത്സരം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 4 വേദികളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. പ്രധാനമായും ദക്ഷിണേന്ത്യയിലെ വേദികളായ ചെന്നൈ, ബംഗളൂരു, അതോടൊപ്പം ഹൈദരാബാദ് വേദിയും അതോടൊപ്പം തന്നെ കൊൽക്കത്തയെ കൂടി പരിഗണിച്ച് 4 വേദികളിലായി മത്സരങ്ങൾ പൂർത്തിയാക്കാം എന്നാണ് BCCI ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. പിന്നിൽ ഓക്കെ, വ്യക്തമാണ്. രുജീഷ് വി രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വേഗത്തിൽ മത്സരങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ദിവസത്തെ മത്സരങ്ങളുടെ ആകെ എണ്ണം വർദ്ധിപ്പിച്ച് ഉൾപ്പെടെ മത്സരങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ഫൈനലിലേക്ക് നിശ്ചിത ഷെഡ്യൂളിൽ തന്നെ തീർക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ BCCIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് വീണ്ടും പുനരാരംഭിക്കുകയാണ്. രുജീഷ് വി രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്.